ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു സീസ് ഫയറിനെ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു സീസ് ഫയർ നടപ്പാക്കിയിരിക്കുന്നത്. ഏകദേശം 60 ദിവസത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു സീസ് ഫയർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ച് പാലസ്തീനിലേക്ക് കടന്നു കയറിയുള്ള ഈ ഒരു യുദ്ധം അവരെ സംബന്ധിച്ച് കൈപൊള്ളിയ ഒരവസ്ഥയിലാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഈയൊരു വെടിനിർത്തലിൻ്റെ സാഹചര്യത്തിൽ വിലയിരുത്തപ്പെടുന്നത്. വടക്കൻ ഇസ്രയേലിൽ തന്നെ ഏകദേശം 75-ലധികം ആൾക്കാരാണ് മരണമടഞ്ഞത്. നിരവധി സൈനികർക്കും ഇസ്രായേലി സൈനികർക്കും മരണം സംഭവിച്ചിട്ടുണ്ട്. നിരവധി ഇസ്രായേലി സൈനികർക്ക് ഇഞ്ചുറിയും ഈ യുദ്ധത്തിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ആകാശത്തുകൂടി നിരവധി ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളുമാണ് ഇസ്രയേലിൻ്റെ പ്രദേശങ്ങളിൽ പതിച്ചത്. എന്തിനു പറയാൻ, ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീട്ടിൽ തന്നെ 2 പ്രാവശ്യം അറ്റാക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതോടുകൂടി തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. കാര്യം ഇനി അവിടെയുള്ള സാധാരണക്കാർക്ക് പുറത്തിറങ്ങി നടക്കുവാനും അവരുടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം നേരത്തെ നഷ്ടപ്പെട്ടിരുന്നു. കാരണം ഏത് സമയത്താണ് റോക്കറ്റും മറ്റ് ഡ്രോണുകളും എല്ലാം വരുന്നത് എന്ന രീതിയിൽ ഭീതിയിലായിരുന്നു ഇത്രയും നാൾ അവിടെയുള്ള ആൾക്കാർ ജീവിച്ചിരുന്നത്. ഇപ്പോൾ ആ ഒരു അവസ്ഥ മാറി അവർക്ക് സീസ്വെയർ ഇപ്പോൾ വന്നതോടുകൂടി തന്നെ ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കുറച്ച് നാൾക്ക് മുമ്പ് വരെ ബെഞ്ചമിൻ നെതന്യാഹു സീസ് ഫയറിന് എതിരായിരുന്നു. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രയേലും സീസ് ഫയറിനെതിരെ നിന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറി. അതായത് തങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ എന്താണ് കാര്യമെന്നറിയില്ല, സാഹചര്യം അനുകൂലമല്ല എന്നൊരു കാരണമായിരിക്കും അദ്ദേഹത്തെ കൊണ്ട് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത്. ഈ ഒരു യുദ്ധത്തിനിടെ, അതായത് ലെബനിലേക്ക് കടന്നു കയറിയിട്ടുള്ള ഈ ഒരു യുദ്ധത്തിനിടയിൽ നിരവധി ഇസ്രയേലി സൈനികരാണ് മരണപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥ കണക്ക് എത്രയാണ് എന്ന രീതിയിൽ നമുക്കറിയാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ഇത് ഇസ്രയേലാണ്. ഇസ്രയേലെല്ലാം മൂടി വെച്ചൊരു കണക്ക് മാത്രമേ പുറത്ത് വിടാറുള്ളൂ. അതിൻ്റെ കൂടെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്തിരുന്നു. അതായത് ICCയുടെ ഒരു വാറണ്ട്. അത്ര പ്രാധാന്യത്തോടെ ഇസ്രയേൽ അതിനെ കണ്ടില്ലെങ്കിൽ പോലും ലോകരാജ്യങ്ങൾ അതിനെ വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കണ്ടത്. കാര്യം കാനഡ അതുപോലെ തന്നെ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ ഒരു ICCയുടെ വാറണ്ടിനെ വളരെയധികം പ്രാധാന്യത്തോടെ കാണുകയും ബെഞ്ചമിൻ നെതന്യാഹു ഇനി UK-യിലോ കാനഡയിലോ കാലുകുത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും. അതായത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തേക്കാം എന്ന രീതിയിലും വാർത്തകൾ വന്നിരുന്നു. ഇതെല്ലാം തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടികളാണ്. അതിലും വലിയൊരു തിരിച്ചടിയാണ് ഇത്രയും നാളായിട്ട് ആ ഒരു ബന്ധിമോചനം, അതായത് ബന്ധികളെ മോചിപ്പിക്കാനായിട്ട് ഇതുവരെ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചും ഇസ്രയേലിനെ സംബന്ധിച്ചും വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇപ്പോൾ വെടിനിർത്തൽ നടപ്പിലാക്കിയിരിക്കുന്നത് 60 ദിവസത്തേക്കാണ്. അതിന് പ്രധാനമായിട്ടും കുറച്ച് നിബന്ധനകളും ഈ ഒരു വെടിനിർത്തലിൻ്റേതായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ഇസ്രയേലിനോട് ചേർന്നുള്ള ലെബനൻ അതിർത്തിയിൽ നിന്നും ഹിസ്ബുള്ള പിന്മാറണം എന്നാണ് ഒന്നാമത്തെ വ്യവസ്ഥ. അതുപോലെ തന്നെ ലെബനനിൽ ബാക്കിയുള്ള ഇസ്രയേലി സൈന്യവും പിന്മാറണം. പകരം അതിർത്തി മേഖലയിൽ UN-ൻ്റെ ഈ പീസ് കീപ്പിംഗ് ആർമി ഉണ്ടല്ലോ, അവരവിടെ ഡിപ്ലോയ് ചെയ്യും. അതുപോലെ തന്നെ ലെബനൻ്റെ ആർമിയും ആ ഒരു പ്രദേശത്ത് ഡിപ്ലോയ് ചെയ്തിരിക്കും. മറ്റൊരു വാർത്ത വരുന്നത് ഗോലാനി ബ്രിഗേഡുകളെ കുറിച്ചാണ്. അതായത് ഹിസ്ബുള്ളയുമായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഇസ്രായേലിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് സൈനികരെ പറയുന്ന ഒരു ബ്രിഗേഡാണ് ഈ ഗോലാനി ബ്രിഗേഡ് എന്ന് പറയുന്നത്. ഇതിലെ കമാൻഡർ ആയിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ റിസൈൻ ചെയ്തിരിക്കുന്നു എന്ന രീതിയിലൊരു വാർത്ത വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയ വാർത്തയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗോലാനി ബ്രിഗേഡിനുണ്ടായിട്ടുള്ള ഹെവി ആയിട്ടുള്ള അവരുടെ പട്ടാളക്കാർക്കുണ്ടായിട്ടുള്ള ഇഞ്ചുറീസും അതുപോലെ തന്നെ പട്ടാളക്കാർക്കുണ്ടായിട്ടുള്ള മരണവുമാണ് അതിൻ്റെ ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഒരു കമാൻഡർ ഇപ്പോൾ റിസൈൻ ചെയ്തിരിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതായത് അവരുടെ തന്നെ ഒരു മിലിറ്ററി കമാൻഡർ പറയുന്നു വളരെ വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടമാണ് ഇസ്രയേലിന് ഉണ്ടായിരിക്കുന്നത് എന്ന്. എന്നാൽ ഇസ്രയേൽ ഈ ഒരു നമ്പേഴ്സിനെ എല്ലാം മൂടി വെച്ചൊരു ഫിഗറാണ് പുറത്തേക്ക് വിടുന്നതും. ഇതെല്ലാം മുൻനിർത്തിയായിരിക്കണം ഗാലൻ്റ് എന്ന് പറയുന്ന വ്യക്തി, അതായത് ഗാലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ തന്നെ മുൻ ഡിഫൻസ് മിനിസ്റ്ററാണ്. അദ്ദേഹം ഇതിനു മുമ്പേ പറഞ്ഞിരുന്നു സീസ് ഫയറിലേക്ക് പോകണം, ഈ ഒരു യുദ്ധം നിർത്തണം എന്ന രീതിയിൽ ഗാലൻ്റ് ഇതിനു മുമ്പേ അഭിപ്രായപ്പെട്ടിരുന്നതാണ്. എന്നാൽ ഇസ്രയേൽ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നൊരു ഭാഷ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ് ഫയറിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം നിബന്ധനകൾ ഇസ്രയേൽ വെച്ചിരുന്നു. അതായത് ഒരു ബഫർ സോൺ ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഹിസ്ബുള്ള എന്ന സംഘടനയെ നിരായുധരാക്കണം എന്ന രീതിയിലെല്ലാം വളരെയധികം നിബന്ധനകൾ വെച്ചിരുന്നു. എന്നാൽ അതൊന്നും നേടാതെയാണ് ഇപ്പോൾ ഒരു സീസ് ഫയറിലേക്ക് ഇസ്രയേൽ പോയിരിക്കുന്നത്. ഈ ഒരു സീസ് ഫയർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം 2 രാജ്യങ്ങൾക്കും വളരെയധികം നഷ്ടങ്ങളാണ് ഈ ഒരു യുദ്ധത്തിൽ ഉണ്ടായിരിക്കുന്നത്.
ഇനി ഈ ഒരു സീസ് ഫയർ കണ്ടിന്യൂ ആയി തന്നെ പോകട്ടെ. ഇനി ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമസ്കാരം.